ഓക്കെ, നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? നമ്മളുടെ റൂൾ 4-ൻ്റെ എക്സ്ക്ലൂഷൻസ് അല്ലെങ്കിൽ എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ 3 എക്സെപ്ഷൻസ് ആണ് നമ്മുടെ റൂൾ 4-നുള്ളത്. അഥവാ ഈ 3 കേസുകളിൽ എന്ത് ആപ്ലിക്കബിൾ അല്ല? കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ആദ്യത്തെ, ഫോർ എ കമ്പനി ഹൂസ് റവന്യൂ ഫ്രം എക്സ്പോർട്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് എക്സീഡ് 75% ഓഫ് ദ ടോട്ടൽ റവന്യൂ. ഒരു കമ്പനി, ആ കമ്പനിയുടെ മൊത്തം റവന്യൂ എടുക്കുകയാണ്. അതാണ് ഒരു കമ്പനി, ആ കമ്പനിയുടെ മൊത്തം റവന്യൂ. ഈ മൊത്തം റവന്യൂവിനകത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്തതിൽ നിന്ന് കിട്ടിയ ഫോറക്സ് റവന്യൂ ഇതാണ്. ഓക്കെ, ഗിവ് മി മിനിറ്റ്. എക്സ്പോർട്ട് ചെയ്തതിൽ നിന്നുള്ള ഫോറക്സ് റവന്യൂ. സ്ക്രീനിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, സോ ടോട്ടൽ റവന്യൂ, കമ്പനിയുടെ ടോട്ടൽ റവന്യൂ, അതിനകത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്തതിൽ നിന്നുള്ള ഫോറക്സ് റവന്യൂ. ഇപ്പോൾ ഫോറക്സ് റവന്യൂ, എക്സ്പോർട്ട് ഫോറക്സ് റവന്യൂ ടു ടോട്ടൽ റവന്യൂ, ഇതിൻ്റെ പെർസെൻറ്റേജ് 75% കൂടുതലാണെങ്കിൽ, എന്താണ് 75% കൂടുതലാണെങ്കിൽ ആ കമ്പനിക്ക് എന്ത് ആപ്ലിക്കബിൾ അല്ലെന്നാണ് പറയുന്നത്? കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഫർദർ ഡിസ്കഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എക്സ്പോർട്ട് ഫോറക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഈ എക്സ്പോർട്ട് ഫോറക്സ് റവന്യൂ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ടേബിൾ എ പ്ലസ് ബി, ടേബിൾ എയിലും ടേബിൾ ബിയിലുമുള്ള പ്രോഡക്ട്സിൻ്റെ എക്സ്പോർട്ട് ഫോറക്സ് റവന്യൂ ആണ് എടുക്കേണ്ടത്. അല്ലാതെ ആ കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്ന മൊത്തം പ്രോഡക്ട്സിൻ്റെയും ഫോറക്സ് റവന്യൂ അല്ല, ടേബിൾ എയിലും ടേബിൾ ബിയിലും മാത്രമുള്ള പ്രൊഡക്ട്സിൻ്റെ എക്സ്പോർട്ട് ഫോറിൻ റവന്യൂ ആണ് ഇവിടെ 75% കമ്പ്യൂട്ടേഷന് വേണ്ടി എടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയാം, അതിൽ നിന്ന് ഈ ഒരു കാര്യം ഇൻ്റർപ്രിറ്റ് ചെയ്ത് എടുത്തോണം. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, എന്ത് കമ്പനിയാണ്? ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. എന്താണ് ഇവരുണ്ടാക്കുന്നത്? മരുന്നാണ് ഉണ്ടാക്കുന്നത്. ഇവർ ഫാർമ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സർവീസും എക്സ്പോർട്ട് ചെയ്തു. ഈ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ. അപ്പോൾ ഇത് എക്സ്പോർട്ടാണ് ചെയ്തത്. അപ്പോൾ എന്ത് കിട്ടി? അപ്പോഴത്തേക്ക് അവർക്ക് ഫോറക്സ് റവന്യൂ കിട്ടി. അപ്പോൾ ഇത് ടോട്ടൽ റവന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു 82% വെച്ചോളൂ. ഇനി ഇതുകൊണ്ട് തന്നെ ഈ കമ്പനി പറയാണ് ഞങ്ങൾക്ക് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ല, ഇതുകൊണ്ട് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ല. പക്ഷേ ഗവൺമെൻറ് പറയാണ് ഫാർമ, ഓക്കെ ഞങ്ങൾ സമ്മതിച്ചു തന്നു, ഇത് ടേബിൾ എയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഫാർമ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ R&D എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് ടേബിൾ എയിലോ ടേബിൾ ബിയിലോ വരാത്തൊരു ഐറ്റമാണ്, അതുകൊണ്ട് അത് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഫാർമ ടു നിങ്ങളുടെ ടോട്ടൽ റവന്യൂ എത്രയാണെന്ന് നോക്കണം. അത് എത്ര? ഒരു 52% വരുന്നുള്ളൂ. അപ്പോൾ അത് ഒരിക്കലും 75-ന് മേളിലായിട്ട് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണ്. ഇവിടെ ഗവൺമെൻറ് പറയുന്നതാണ് ശരി. എന്ത്? നിങ്ങൾക്ക് ഫാർമ പ്രൊഡക്റ്റ് മാത്രം എടുക്കാൻ പറ്റും, അഥവാ ടേബിൾ എ അല്ലെങ്കിൽ ടേബിൾ ബിയിൽ വരുന്ന പ്രൊഡക്ട്സിൻ്റെ ടോട്ടൽ ഫോറക്സ് റവന്യൂ മാത്രമാണ് നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടേഷൻ 75% കമ്പ്യൂട്ടേഷൻ മാത്രം എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഫോറക്സ് റവന്യൂ ഉണ്ടെങ്കിൽ അത് ഈ 75% കമ്പ്യൂട്ടേഷൻ വിട്ടിട്ട് എടുക്കാനായിട്ട് പാടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമതായിട്ട് ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൂടി ഉണ്ട്. ഇവിടെ ഈ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഈ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഷെഡ്യൂൾ 3 ഉണ്ടല്ലോ, അത് പ്രകാരമുള്ള കമ്പനിയുടെ ടോട്ടൽ റവന്യൂ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ സ്റ്റഡിക്ക് മെറ്റീരിയലിൽ ഈ ഒരു കേസ് സ്റ്റഡി ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ എക്സ്ക്ലൂഷൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ എന്താണ്? ഹൂസ് റവന്യൂ ഫ്രം എക്സ്പോർട്ട് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് എക്സീഡ് 75% ഓഫ് ഇറ്റ്സ് ടോട്ടൽ റവന്യൂ. ഇവിടെ ടോട്ടൽ റവന്യൂ ഷെഡ്യൂൾ 3 പ്രകാരം ഈ ഫോറക്സ് റവന്യൂ എന്ന് പറയുന്നത് എ ബി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ടേബിൾ എയിലും ടേബിൾ ബിയിലും വരുന്ന എ ബി പ്രൊഡക്ട്സുകളുടെ ഫോറക്സ് റവന്യൂ ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ ആദ്യത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ ആദ്യത്തെ എക്സ്ക്ലൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. രണ്ടാമത്തത് വിച്ച് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ അഥവാ SEZ. എന്താണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഗവൺമെൻറ് ചില ഏരിയാസ്, നമ്മുടെ രാജ്യത്ത് പിന്നാക്കം നിൽക്കുന്ന ഏരിയകൾ കാണും, അല്ലെങ്കിൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഏരിയകൾ SEZകളായിട്ട് എന്ത് ചെയ്യും? ഡിക്ലെയർ ചെയ്യും. ഈ SEZൽ വന്നിട്ടൊരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുറേയധികം ടാക്സ് ബെനിഫിറ്റ്സും അല്ലാതെ ലൈസൻസിങ് ബെനിഫിറ്റ്സും ഒത്തിരി ബെനിഫിറ്റ്സ് എന്ത് ചെയ്യും? ബിസിനസ്സുകാർക്ക് കിട്ടും. ഇത് പലപ്പോഴും ഒരു ഏരിയയുടെ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SEZകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ SEZൻ്റെ അകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനി, ഇതൊരു SEZ പാർക്കാണെന്ന് വെച്ചോളൂ, നമ്മൾ കാണുന്ന പലതരത്തിലുള്ള IT പാർക്കുകളും SEZ തന്നെയാണ്, സ്പെഷ്യൽ എക്കണോമിക് സോണായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പാർക്കുകളാണ്. ഇതിനകത്ത് പലപ്പോഴും എന്താണ്? എക്സ്പോർട്ട് സർവീസസ് ആണ് നടക്കുന്നത്. ഇതിനൊരു ഈവൻ ദോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ
ഈവൻ ദോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ കൺട്രി, വി യൂഷ്വലി ട്രീറ്റ് ആസ് എ സെപ്പറേറ്റ് കൺട്രി. നമ്മുടെ രാജ്യത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ഇമ്പോർട്ടായിട്ടും ഇതിൻ്റെ അകത്തോട്ട് എന്തെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനെ എക്സ്പോർട്ടായിട്ടുമാണ് ഗവൺമെൻറ് കാണുന്നത് ഫോർ ടാക്സേഷൻ റൂൾസ്. അപ്പോൾ അതൊക്കെയാണ് SEZ കൺസെപ്റ്റ്. അപ്പോൾ ഈ SEZ അകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എൻറ്റിറ്റി അതിന് എന്താ ആപ്ലിക്കബിൾ അല്ല? കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ലെന്നാണ് പറയുന്നത്. കോസ്റ്റ് റെക്കോർഡ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ SEZ അകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റി എന്തില്ല? കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ല. അതാണ് രണ്ടാമത്തെ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വേണമെങ്കിൽ എക്സാമിന് നിങ്ങളുടെ നോളജ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം. ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ഉണ്ട്. ഇതാണ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ഉണ്ട്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിൽഡർ ഉണ്ട്. ഇവരെന്ത് ചെയ്യണം? ഇവർ പുതിയൊരു SEZ പാർക്ക് അല്ലെങ്കിൽ ഒരു SEZ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് ബിൽഡർക്ക് കോസ്റ്റ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം ആപ്ലിക്കബിൾ ആണെന്നാണ്. SEZ അകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്കാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു എക്സംഷൻ കിട്ടുന്ന കോസ്റ്റ് ഓഡിറ്റിൻ്റെ, അല്ലാതെ SEZ കൺസ്ട്രക്ട് ചെയ്യുന്ന കമ്പനീസിനല്ല. ഓക്കെ, സോ അതാണ് ഒരു ഇതിനകത്ത് പറയാനുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ അനാലിസിസ് എന്ന് പറയാനുള്ളത്. അടുത്ത മൂന്നാമത്തെ എക്സ്ക്ലൂഷൻ നമുക്ക് നോക്കാം. which is engaged in generation of electricity for captive consumption through captive generative plant. ഇതിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് എന്താണ് ഈ ക്യാപ്റ്റീവ് ജനറേഷൻ പ്ലാന്റ് അല്ലെങ്കിൽ ക്യാപ്റ്റീവ് ഇലക്ട്രിസിറ്റി ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള സോപ്പുകൾ, ഡവ് ആയാലും ലക്സ് ആയാലും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. എന്ത് ചെയ്തു? കുറേ അധികം സോളാർ പാനൽസ് എന്ത് ചെയ്തു? ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? കുറേയധികം ഇലക്ട്രിസിറ്റി, എക്സാമ്പിൾ ഒരു 100 മെഗാവാട്ട് ഓഫ് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്തു? അവർ പ്രൊഡ്യൂസ് ചെയ്തു. ഈ ഇലക്ട്രിസിറ്റി അവരുടെ ഫാക്ടറിയിൽ എന്ത് ചെയ്യുകയാണ്? പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് 100% ഇലക്ട്രിസിറ്റിയും എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, സോ ഈ കേസിൽ കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല എന്നാണ് പറയുന്നത്. എന്താണ്? 100% ഇലക്ട്രിസിറ്റിയും ക്യാപ്റ്റീവ്ലി ജനറേറ്റ് ചെയ്യുന്ന 100% ഇലക്ട്രിസിറ്റിയും നമ്മൾ സ്വന്തം പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താവത്തില്ല? കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവത്തില്ല എന്നാണ് പറയുന്നത്. കോസ്റ്റ് റെക്കോർഡ്സ് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യുക തന്നെ വേണം. കോസ്റ്റ് റെക്കോർഡ്സ് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഇവിടെ ഒരു സോളാർ പാനലൊക്കെ ഫിക്സ് ചെയ്തു, അല്ലെങ്കിൽ ചിലപ്പോൾ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിസിറ്റി ജനറേഷൻ ആവാം. എന്ത് തരത്തിലുള്ള ഇലക്ട്രിസിറ്റി ജനറേഷൻ ആവട്ടെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തവും ഇലക്ട്രിസിറ്റിയും നമ്മുടേതായ ഉപയോഗത്തിന് വേണ്ടി 100% ഇലക്ട്രിസിറ്റിയും നമ്മുടേതായ ഉപയോഗത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടെ നമുക്ക് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവത്തില്ല എന്നാണ് പറയുന്നത്. ഇനി വേറൊരു കേസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ 100 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി അവർ പ്രൊഡ്യൂസ് ചെയ്തു. ഇതിനകത്ത് ഒരു 90 മെഗാവാട്ട്സ് സ്വന്തമായിട്ട് ഉപയോഗിച്ചു, ഓൺ യൂസ്. ബട്ട് ഒരു 10 മെഗാവാട്ട്സ് എന്ത് ചെയ്ത് വെളിയിലോട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ പാർഷ്യലി സോൾഡ് എന്ന് പറയാം. ഈ ഒരു കേസിൽ എന്താണ്? കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പം വെളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവും. സ്വന്തം യൂസിനാണെങ്കിൽ എന്താണ്? കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവത്തില്ല. അതാണ് മൂന്നാമത്തെ എക്സ്ക്ലൂഷൻ്റെ എന്തെന്ന് പറയുന്നത്? ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു കേസും കൂടി എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഈ കേസാണ് post audit in case of 100% captively used products. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സമ്മറി ആദ്യം പറയാം, അതിനുശേഷം നമുക്ക് എക്സാമ്പിളിലേക്ക് പോകും. നിങ്ങൾ ഈ ഒരു കേസിൽ എന്ന് വെച്ചാൽ ഷുഗർ എന്ന് പറയുന്ന ഒരു റോ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇത് ടേബിൾ എയിൽ കവേർഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റുമാണ്. അപ്പോൾ ഒരു കമ്പനിയുണ്ട്, ഈ കമ്പനിയുടെ പേര് പ്രൈം കമ്പനി എന്നാണ്. ഈ കമ്പനി എന്ത് ചെയ്യുന്നു? ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ത്രെഷോൾഡ് ലിമിറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനി എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഡിറ്റിന് വിധേയമാവണം. ഇനി ഈ ഷുഗർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഈ ഷുഗർ ഉപയോഗിച്ച് ഈ കമ്പനി ഐസ്ക്രീം ഉണ്ടാക്കും. എന്ത് ചെയ്യുന്നു? ഐസ്ക്രീം ഉണ്ടാക്കും. ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ ഐസ്ക്രീമിന് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണെന്ന് വെച്ചോളൂ. ഇപ്പം ഷെഡ്യൂൾസിൽ വരുന്ന അല്ലെങ്കിൽ ടേബിൾസിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഐസ്ക്രീം എന്ന് വിചാരിക്കൂ. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കൂ. ത്രെഷോൾഡ് മീറ്റ് ചെയ്തു. അങ്ങനെ ആണെങ്കിൽ ഐസ്ക്രീമിന് എന്ത് വരും? കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവും. ഇത്തരത്തിൽ അപ്പോൾ ഇത് 100% ഷുഗർ എന്താ ഉപയോഗിച്ചത്? ഈ ഐസ്ക്രീം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ ഉപയോഗിച്ചത്, 100% നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഷുഗറും ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റിന് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയതുകൊണ്ട് തന്നെ ഈ പ്രൊഡ്യൂസ് ചെയ്ത ടേബിൾ എയിൽ വന്ന ഷുഗറിന് കോസ്റ്റ് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ ഐസ്ക്രീമിൻ്റെ കോസ്റ്റ് കമ്പ്യൂട്ടേഷനകത്ത് ഈ ഷുഗറിൻ്റെ ഡേറ്റ ഇൻക്ലൂഡഡ് ആണ്. ആ ഡേറ്റ നമ്മൾ ഐസ്ക്രീമിൻ്റെ ഡേറ്റ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഡിറ്റ് ചെയ്യും. അതുകൊണ്ട് ഷുഗറിന് എന്ത് വരത്തില്ല, കോസ്റ്റ് ഓഡിറ്റ് വരത്തില്ല. അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് കോസ്റ്റ് ഓഡിറ്റ് കവേർഡ് ആണെങ്കിൽ 100% ക്യാപ്റ്റീവ്ലി കൺസ്യൂംഡ് പ്രൊഡക്റ്റിന് കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയിട്ടില്ല. ഒന്നാമത്തെ ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ചോക്ലേറ്റ് ആണ് ഉൽപ്പാദിപ്പിച്ചു, ഡയറി മിൽക്ക് പോലുള്ള ചോക്ലേറ്റ് ഞാൻ ഉൽപ്പാദിപ്പിച്ചു. ഇവിടെ 100% ക്യാപിറ്റലി കൺസ്യൂംഡ്, ഇത് ഈ കേസ് മറന്നേക്കും, രണ്ടാമത്തെ കേസാണ് പറയുന്നത്. ഈ ഷുഗർ ഉൽപ്പാദിപ്പിച്ചു, അതിനുശേഷം ഈ ഷുഗർ മുഴുവൻ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. ഇതിനാണെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകാത്തൊരു ഐറ്റമാണ്. ഇത് ടേബിൾസിൽ വരാത്തൊരു ഐറ്റമാണെന്ന് അസ്യൂം ചെയ്യൂ. ഇതിന് കോസ്റ്റ് ഓഡിറ്റ് വരത്തില്ല. അങ്ങനെ ആണെങ്കിൽ ഷുഗറിന് എന്ത് വേണം, കോസ്റ്റ് ഓഡിറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് കവേർഡ് അല്ലെങ്കിൽ 100% ക്യാപിറ്റലി കൺസ്യൂംഡ് പ്രൊഡക്റ്റ് ഓഡിറ്റ് ചെയ്യണം ഇഫ് ഇറ്റ് കംസ് അണ്ടർ ടേബിൾ എ ഓർ ടേബിൾ ബി ആൻഡ് മീറ്റ് ദ സ്പെസിഫൈഡ് ത്രെഷോൾഡ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഫൈനൽ പ്രൊഡക്റ്റ് കോസ്റ്റ് ഓഡിറ്റ് കവേർഡ് ആണെങ്കിൽ 100% ക്യാപിറ്റലി കൺസ്യൂംഡ് എന്തില്ല, നമ്മളുടെ കോസ്റ്റ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ല. ഇനി വേറൊരു കേസ് പറയാം. ഇതിനകത്തൊരു 90% ഷുഗർ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കാനും എടുത്തു, 10% ചോക്ലേറ്റ് ഉണ്ടാക്കാനും എടുത്തു. ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഈ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പാർട്ട്ലി കവേർഡും പാർട്ട്ലി അൺകവേർഡുമാണ്. എന്താണ് പാർട്ട്ലി കവേർഡ് അണ്ടർ കോസ്റ്റ് ഓഡിറ്റും പാർട്ട്ലി അൺകവേർഡ് അണ്ടർ കോസ്റ്റ് ഓഡിറ്റുമാണ്. എന്ത്, നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഐസ്ക്രീം കവേർഡുമാണ്, ചോക്ലേറ്റ് കവേർഡും അല്ല. ഈ ഒരു കേസിലും എന്ത് ചെയ്യണം, ഷുഗറിന് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒറ്റ കേസിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് കോസ്റ്റ് ഓഡിറ്റിൽ നിന്ന് എക്സ്ക്ലൂഷൻ വരുന്നുള്ളൂ. എന്തിൽ നിന്നാണ്, നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഇപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ കൂടി എല്ലാ ഫൈനൽ പ്രൊഡക്റ്റുകളും എന്താണ് കോസ്റ്റ് ഓഡിറ്റിന് വിധേയമാവുന്നുണ്ടെങ്കിൽ നമ്മളുടെ 100% ക്യാപിറ്റലി കൺസ്യൂംഡ് പ്രൊഡക്റ്റിന് എന്തില്ല, കോസ്റ്റ് ഓഡിറ്റ് ഇല്ല. അല്ലാത്ത ഏത് കേസിലായാലും പാർട്ട്ലി കവേർഡ്, പാർട്ട്ലി അൺകവേർഡ്, അതുപോലെ തന്നെ 100% അൺകവേർഡ്, ഇതിനെല്ലാം എന്താണ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് ചെയ്തേ മതിയാകൂ. ഇതാണ് നമ്മളുടെ റൂൾ 4ൻ്റെ എക്സ്ക്ലൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.